സ്നേഹവാനായ ദൈവമേ, കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾക്ക് ലഭിക്കുന്ന നല്ല അവസരത്തിനായിട്ട് നന്ദി. ദൈവത്തോടൊപ്പം ചേർന്ന് വളരുവാനും പഠിക്കുവാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. നന്മയുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവസന്നിധി വിനയത്തോടെ ഇരിപ്പാൻ, പ്രാർത്ഥനയോടെ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലതും ദൈവനാമത്തിൽ തന്നെ. ആമേൻ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹലോ കിഡ്സ്. ഞാൻ അനു സാമുവൽ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഭംഗിയായി ഈ സെഷനിൽ പങ്കുകാരായി ഉൽപ്പത്തി പുസ്തകം ജെനസിസ് ചാപ്റ്റർ 1 and 2 നിങ്ങൾ വായിച്ച് പഠിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ബൈബിൾ വേഴ്സ് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ തീം ഡിസൊബീഡിയൻസ് ഈസ് സിൻ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഭാഗം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 3 ആണ് നിങ്ങൾ ഇന്ന് പഠിക്കാനുള്ള, വായിക്കാനുള്ള ഭാഗം. ആദ്യം നമുക്ക് ചെറിയ പാട്ട് പഠിക്കാം, എന്നിട്ട് നമുക്ക് നേരെ ബൈബിൾ പഠിക്കാനായി പോകാം. കിളികൾ പാടുന്നു
വാക്യത്തിൽ പറയുന്നത് ഒരു വാക്കായിരിക്കാൻ ചിലപ്പോൾ നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ ചിന്തയിലോ ഒന്നും പാപം ചെയ്യാതെ തീർച്ചയായിട്ടും ദൈവത്തോട് പറ്റി ജീവിക്കാം, ദൈവത്തോട് ഒരുമിച്ച് നമുക്ക് നിലകൊള്ളാം എന്നുള്ളതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഡിസൊബീഡിയൻസ് ഈസ് സിൻ. ആദ്യ മനുഷ്യനായ ആദമും ഹൗവയും പാപം ചെയ്തു. അവർ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊക്കെ ചെയ്തു. നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആദിമ മനുഷ്യനായ അവർ പാപം ചെയ്തു, നമ്മളോ? ഇന്നത്തെ ദൈവത്തിന്റെ മക്കളായ നമ്മൾ എങ്ങനെ ഉണ്ട്? അവരുടെ പിൻഗാമികളാണോ? ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നുണ്ടോ? എങ്കിൽ നമ്മളും പാപികളാണ്. തിരിച്ചു വരവ് വളരെ നീഡാണ്. ഫ്രണ്ട്സ്, നമുക്കിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡിസൊബീഡിയൻസ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. അതുകൊണ്ട് കീപ് അവേ ഫ്രം സിൻ. ദൈവത്തോട് പറ്റി നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്പരാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം, ഞങ്ങൾ ചിന്തയിലും വാക്കിലും ഒക്കെ പല തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയോട് പറ്റി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലതും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.